ഓരോ തവണ മരിക്കുമ്പോഴും വളരെയധികം ദേഷ്യപ്പെട്ടൊക്കെ ആയിരുന്നല്ലോ ഈച്ച എണീറ്റ് വരുന്നത്. പക്ഷെ ഇത്തവണയാകട്ടെ അവൻ വളരെയധികം ഇമോഷണലായി മാറിയിട്ടുണ്ടായിരുന്നു. അവനും അമ്മേനെ വിളിച്ച് കരയുകയാണ്. പിന്നീട് അവൻ മരണത്തിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. ആ പെൺകുട്ടിയുടെ അച്ഛന്റെ കുത്തൊന്നും ഏറ്റിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും കൊല്ലപ്പെടുകയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും ആദ്യമായിട്ട് ആ പെൺകുട്ടിയുടെ ഫാമിലിയിൽ ചെന്ന് കാണിക്കുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നതെന്നൊക്കെ ഈ ചെയ്യാൻ മനസ്സിലാക്കുകയാണ്. അതെങ്ങനെയാ? നീ ഭയങ്കര സെൽഫിഷ് അല്ലേ? അങ്ങനെയുള്ള നീ എപ്പോഴും നിന്നെക്കുറിച്ച് മാത്രമായിരിക്കും ചിന്തിക്കുക, അല്ലാതെ ബാക്കിയുള്ള ആൾക്കാരുടെ വിഷമത്തെക്കുറിച്ച് നീ ഒരിക്കലും ചിന്തിക്കാറില്ല എന്നൊക്കെ മരണവും അവനോട് പറയുന്നു. പിന്നെ എൻ്റെ റിയൽ ആയിട്ടുള്ള ലൈഫിൽ ഞാൻ ഒരിക്കലും കൊല്ലപ്പെട്ടതല്ല, മറിച്ച് ഞാൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവൻ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കുമാണ് ആ ഒരു പണത്തെക്കുറിച്ച് അവൻ വീണ്ടും ഓർക്കുന്നത്. അതുകൊണ്ട് തന്നെ നീ എന്നെ ഇപ്പോൾ തന്നെ ഷൂട്ട് ചെയ്യണം, എനിക്ക് മരിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമുള്ള കാര്യമാണെന്നൊക്കെ അവനും മരണത്തോട് പറയുകയാണ്. അപ്പോൾ മരണവും അവനെ നോക്കി ചിരിച്ചതിന് ശേഷം അവനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. എന്തിനാണ് മരണം തന്നെ നോക്കി ചിരിച്ചതെന്നൊക്കെ ആയിരുന്നു അവൻ അപ്പോഴും ആലോചിക്കുന്നത്. എന്തായാലും അവൻ അടുത്ത ജീവിതത്തിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇതവൻ്റെ 6ാമത്തെ ജീവിതമാണ്. അവന് സംസാരിക്കുവാനോ അനങ്ങുവാനോ സാധിക്കുന്നുണ്ടായിരുന്നില്ല. എന്താണ് സംഭവമെന്നറിയാതെ അവന് ചുറ്റും നോക്കുമ്പോഴത്തേക്കുമാണ് ഒരു കണ്ണാടിയിൽ അവന് മുഖമൊക്കെ കാണുന്നത്. ഇത്തവണ ഒരു കുഞ്ഞു കുട്ടിയുടെ ശരീരത്തിലേക്കാണ് താൻ പ്രവേശിച്ചിട്ടുള്ളതെന്ന കാര്യം അവനും മനസ്സിലാക്കുന്നു. മരണവും അവനെ നോക്കി ചിരിച്ചിട്ടുണ്ടായിരുന്നതിൻ്റെ കാരണം അവൻ അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഈയൊരു ശരീരത്തിൽ ഇരുന്നു കൊണ്ട് എങ്ങനെയാണ് 10 ബില്യനൊക്കെ സ്വന്തമാക്കുവാൻ സാധിക്കുക എന്നോർത്ത് അവനും കരയുന്നു. അങ്ങനെ അതിൻ്റെ 3ാമത്തെ എപ്പിസോഡ് അവസാനിച്ച് 4ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുമ്പോഴത്തേക്കും ആക്സിഡന്റ് സംഭവിച്ച സ്ഥലത്തുണ്ടായിരുന്ന ഒരു കുഞ്ഞിൻ്റെ പാവയൊക്കെ കാണിക്കുകയാണ്. തൻ്റെ 10 ബില്യനൊക്കെ നഷ്ടമായതോർത്ത് അവൻ കരയുമ്പോഴത്തേക്കും ആ കുട്ടിയുടെ അമ്മയും അവിടേക്ക് ഓടി വന്ന് അവനെ എടുത്തുകൊണ്ട് പോകുന്നു. അങ്ങനെ കുട്ടിയുടെ അമ്മയും ആ കുട്ടീനെ ഒരു കാറിലേക്കൊക്കെ മാറ്റുകയാണ്. ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും ചൈൽഡ് അബ്യൂസ് ഒക്കെ നടക്കുന്നുണ്ടെന്നുള്ള വാർത്തയും അവൻ റേഡിയോ വഴി കേൾക്കുകയാണ്. അപ്പോഴേക്കും ആയിരുന്നു ആ ഒരു അമ്മയും അവൻ്റെ അടുത്ത് പെട്ടെന്ന് ദേഷ്യപ്പെടുന്നത്. നിനക്ക് മിണ്ടാതെ കിടന്ന് ഉറങ്ങിക്കൂടെ? നീ കാരണം എനിക്ക് കോഫി പോലും കുടിക്കുവാനായിട്ട് സാധിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ അമ്മയും വളരെയധികം ദേഷ്യപ്പെടുകയാണ്. ഇനി വീട്ടിലേക്ക് ചെല്ലുന്ന അമ്മയും ആ ഒരു കുഞ്ഞിനെ സോഫയിലേക്ക് വലിച്ചെറിയുന്നു. കുഞ്ഞിന് ഫുഡൊക്കെ കൊടുക്കുവാനായിട്ട് അച്ഛൻ്റെ അടുത്ത് പറയുന്നുമുണ്ട്. അങ്ങനെ ഇരിക്കെ അമ്മ ദുഷ്ടാണെങ്കിലും അച്ഛൻ പാവമാണല്ലോ എന്നൊക്കെ വിചാരിച്ച് ഈച്ച ഇരിക്കുമ്പോഴത്തേക്കും 4 മാസം മുമ്പ് എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഫുഡ് ഐറ്റം അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു എന്ന് മനസ്സിലായിട്ടും ആ കുഞ്ഞിന് അച്ഛൻ നൽകുകയാണ്. ഡേറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനും ആ ഒരു ഫുഡൊക്കെ അവൻ്റെ വായിലേക്ക് കുത്തിക്കയറ്റി വെക്കുന്നു. അവനത് കഴിക്കാതെ ആകുമ്പോഴത്തേക്കും അച്ഛനാകട്ടെ അവനെ വഴക്കൊക്കെ പറയുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു പോലീസും മറ്റൊരു സ്ത്രീയും കൂടി ചേർന്നിട്ട് അവരുടെ ഡോറിൻ്റെ വെളിയിൽ നിൽക്കുന്നു. അമ്മയും റൂമിലിരുന്ന് സ്മോക്കൊക്കെ ചെയ്യുകയായിരുന്നു. പക്ഷെ പോലീസ് വരുന്നുണ്ടെന്ന് മനസ്സിലായി കഴിയുമ്പോഴത്തേക്കും വളരെയധികം നോർമലായിട്ടൊക്കെ അവരും പെരുമാറുന്നു. അവരുടെ കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഓരോ പാടൊക്കെ ഇതിനു മുമ്പ് പോയ ഹോസ്പിറ്റലിലെ ഡോക്ടർ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ചൈൽഡ് അബ്യൂസ് ഒക്കെ നടക്കുന്നുണ്ടെന്നുള്ള ഒരു ഇൻഫോർമേഷൻ കിട്ടിയതുകൊണ്ടാണ് പോലീസും ഇപ്പോൾ ഒരു ഡോക്ടറുമായിട്ട് എത്തിയിട്ടുള്ളത്. ഡോക്ടറും അങ്ങനെ വന്ന് കുഞ്ഞിനെ പരിശോധിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും എനിക്ക് കാര്യമായി എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്, നിങ്ങൾ ശരിക്കും ഒന്ന് നോക്കുക എന്നൊക്കെ ഈജയും സ്വയം പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് അച്ഛനും അച്ഛൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കാർഡൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുന്നത്. അച്ഛനാകട്ടെ കുട്ടികളെ സംരക്ഷിക്കുന്ന ഒരു സമിതിയുടെ അംഗമാണ്. അതുകൊണ്ട് തന്നെ അച്ഛൻ ഒരിക്കലും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുകയില്ല എന്ന് അവരോട് പറയുമ്പോഴത്തേക്കും അവരും അതൊക്കെ വിശ്വസിക്കുന്നു. അവർക്കും തെറ്റായിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ കിട്ടിയതാണെന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും ഈജയും കരഞ്ഞുകൊണ്ട് അവരെ തിരിച്ചു വിളിക്കുവാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ അവൻ എത്രയൊക്കെ കരഞ്ഞിട്ടും അവരതൊന്നും കാര്യമാക്കാതെ പോകുന്നു. അവർ പോയി കഴിയുമ്പോൾ തന്നെ ഈജയും കരച്ചിൽ നിർത്തുകയാണ്. അമ്മയാകട്ടെ നീ കാരണമാണ് ഇപ്പോൾ പോലീസൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞിട്ട് ആ ഒരു കുട്ടീനെ സോഫയിൽ നിന്നും എടുത്ത് താഴേക്കൊക്കെ ഇടുന്നു. നീ ജനിച്ചതിന് ശേഷം എൻ്റെ ലൈഫിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അതൊന്നും തന്നെ ശരിയായിട്ടില്ല, എല്ലാത്തിനും കാരണം നീയാണെന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു തലയിണയൊക്കെ എടുത്തിട്ട് ആ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് അമ്മ കൊല്ലുന്നു. അങ്ങനെ അവൻ അവൻ്റെ 6ാമത്തെ ജന്മത്തിലും പെട്ടെന്ന് തന്നെ കൊല്ലപ്പെടുകയാണ്. എല്ലാ ബോഡിയിലും ചെന്നപ്പോൾ എനിക്ക് അവരുടെ മെമ്മറീസും എബിലിറ്റീസും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ എനിക്കതൊന്നും കിട്ടാത്തത് എന്തുകൊണ്ടാണെന്ന് അവൻ സംശയിക്കുമ്പോഴത്തേക്കും അതൊരു കുഞ്ഞു കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് ഓർമ്മകളൊന്നും തന്നെ ഇല്ല എന്ന കാര്യവും മരണം അവനെ മനസ്സിലാക്കി കൊടുക്കുന്നു. ഞാൻ ആ കുട്ടിയുടെ ബോഡിയിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും ആരും അവനെ പേര് പോലും വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല. അവർ ആ കുട്ടിയുടെ പേരൻസ് അല്ലേ, അപ്പോൾ ആ കുട്ടിക്ക് വേണ്ടി അവർ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതില്ല എന്നൊക്കെ ഈജ ചോദിക്കുമ്പോഴത്തേക്കും ആരെങ്കിലും എന്തെങ്കിലും ചെയ്യണമെന്ന് നമുക്ക് നിർബന്ധിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നായിരുന്നു മരണവും അവനോട് പറയുന്നത്. നീ ചുറ്റുമുള്ള ആരെക്കുറിച്ചും ആലോചിക്കാതെ പെട്ടെന്നൊരു ദിവസം മരണത്തെയൊക്കെ തിരഞ്ഞെടുത്തു. പക്ഷെ ആ ഒരു കുട്ടിക്കാകട്ടെ സ്വന്തമായിട്ടൊരു തീരുമാനം പോലും എടുക്കുവാനായിട്ട് സാധിക്കുമായിരുന്നില്ല.
ആ ഒരു കുട്ടീനെ പോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ ജീവിക്കുന്നുണ്ടെന്നുള്ള കാര്യവും മരണം അവനെ അറിയിക്കുന്നു. മരണവും അവനെ പല കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിക്കുവാനായിട്ടൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ പോലും അവനാകട്ടെ അതൊന്നും കാര്യമാക്കാതെ എത്രയും വേഗം എന്നെ ഷൂട്ട് ചെയ്ത് കൊല്ലേന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. നിന്റെ ഈ ഒരു ധൃതി കാരണം തന്നെ നീ എത്രയും വേഗം മരണപ്പെടുന്നതായിരിക്കുമെന്നൊക്കെ മരണവും പറയുന്നു. പക്ഷേ നീ ആരെങ്കിലും കൊല്ലുവാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇടപെടുമെന്ന് പറഞ്ഞിട്ട് അവനെയും ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. അങ്ങനെ അവനും ഇപ്പോൾ 7ാമത്തെ ബോഡിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അവനും സമയമൊക്കെ നോക്കി കഴിയുമ്പോഴത്തേക്കും അവന് 15 മിനിറ്റ് മാത്രമേ മിച്ചമുണ്ടായിരുന്നുള്ളൂ. ഈ 15 മിനിറ്റിനുള്ളിൽ അവൻ ആ പണം ലോക്കറിൽ നിന്നും മാറ്റിയില്ല എങ്കിൽ ആ ഒരു പണം എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുന്നതായിരിക്കും. അങ്ങനെ അവൻ നോക്കുമ്പോഴത്തേക്ക് അവന്റെ തൊട്ടു മുമ്പിലായിരുന്നു ആ ഒരു ലോക്കറൊക്കെ ഉണ്ടായിരുന്നത്. അവനും ഒട്ടും ശ്രദ്ധയില്ലാതെ വഴിയിലൂടെയൊക്കെ ഓടി ഓടി ഏറ്റവും ഒടുവിലായിട്ട് ലോക്കറിൽ നിന്നും പണമൊക്കെ എടുക്കുന്നു. അവനങ്ങനെ കണ്ണാടിയിൽ നോക്കി കഴിയുമ്പോഴത്തേക്കും വളരെയധികം ഹാൻസം ആയിട്ടുള്ള ഒരാളുടെ ബോഡിയിലാണ് അവൻ ഉള്ളതെന്ന കാര്യമൊക്കെ അവൻ മനസ്സിലാക്കുന്നു. തൊട്ടടുത്ത് തന്നെ അയാളുടെ കുറെ ഫോട്ടോസൊക്കെ കാണുമ്പോഴത്തേക്കും അയാളൊരു മോഡലാണെന്നുള്ള കാര്യവും അവൻ മനസ്സിലാക്കുകയാണ്. അങ്ങനെ അവന് അയാളുടെ എല്ലാ ഓർമ്മകളും കിട്ടുന്നു. ഈ ഒരു വ്യക്തിയുടെ പേര് ജിയോനു എന്നാണ്. സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ട് സ്കൂളിലെ ബോയ്സൊക്കെ ഏത് ഗേൾസിനെ ആയിരുന്നോ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നത് ആ ഒരു ഗേൾസിൻ്റെയൊക്കെ ഫസ്റ്റ് ക്രഷ് ഇവനായിരുന്നു. അവനും അത്രത്തോളം ലുക്കൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മോഡലിംഗ് ഫീൽഡിലേക്ക് അവന് കടക്കുവാനായിട്ട് സാധിച്ചു. അതുവഴി അവൻ ഒരുപാട് പണവും നേടിയെടുത്തു. ഒത്തിരി പണവും സൗന്ദര്യവുമുള്ള ഒരാളുടെ ശരീരത്തിൽ കയറിയ സന്തോഷമൊക്കെ ഈജയ്ക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ഈജയും കൊട്ടാരം പോലത്തെ അവന്റെ വീട്ടിലേക്ക് എത്തുന്നു. അവിടെ ആകട്ടെ ലക്ഷറീസ് ആയിട്ടുള്ള ഒരുപാട് വസ്തുക്കളൊക്കെ ഇരിക്കുന്നതും അവൻ കാണിക്കുകയാണ്. തൊട്ടു മുമ്പിലത്തെ ജന്മത്തിൽ ജീവിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കുട്ടീനെ കൊന്നതിന്റെ പേരിൽ ഇപ്പോൾ ആ കുട്ടിയുടെ പേരൻസിനെയൊക്കെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അവന് നേരിട്ട് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ പോലീസിനോട് പറയണമെന്നുണ്ടായിരുന്നെങ്കിൽ പോലും അവൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ തെളിവുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവനും അതിന് മുതിരുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് അതേ പത്രത്തിൽ തന്നെ ഒരു സീരിയൽ കില്ലറിനെ കുറിച്ച് എഴുതിയിട്ടുള്ള വാർത്തയും അവൻ വായിക്കുന്നത്. അതിന്റെ താഴെ ആകട്ടെ മറ്റൊരു ആക്സിഡന്റിനെ കുറിച്ചും എഴുതിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഈ ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കും മരിക്കുക എന്നൊക്കെ ഈജ സ്വയം ഓർക്കുന്നു. വല്ലോ കാർ ആക്സിഡന്റ് സംഭവിക്കുകയായിരിക്കുമോ അതോ ഇവന് വല്ല അസുഖവും ഉണ്ടായിരിക്കുമോ എന്നൊക്കെ അവനും സ്വയം സംശയിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ഫ്രണ്ടൊക്കെ അവനെ കോൾ ചെയ്തിട്ട് ഇന്നത്തെ VIP പാർട്ടിക്ക് നീ വരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും എന്തായാലും പാർട്ടിക്കൊക്കെ പോയി എൻജോയ് ചെയ്യാമെന്ന് അവനും തീരുമാനിക്കുന്നു. ഈജ ഒരുപാട് മദ്യപിക്കുന്ന കൂട്ടത്തിലായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ഉള്ള ശരീരത്തിന്റെ ഓണർ അങ്ങനെ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ കുറച്ച് കുടിച്ച് കഴിയുമ്പോൾ തന്നെ ഫിറ്റാകുന്നു. അങ്ങനെ ഇരിക്കാണ് പാർക്ക് ടയ്യൂനെ കാണിക്കുന്നത്. ടയ്യു ആരായിരുന്നു എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരിക്കൽ കൂടി അത് പറയാം. ഈജ ആദ്യമായി ഇന്റർവ്യൂവിന് പോയ കമ്പനിയിൽ അവൻ 7 വർഷത്തിന് ശേഷം ഒന്നും കൂടി പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവനെ ഇന്റർവ്യൂ നടത്തിയ ആളായിരുന്നു ടയ്യു. അതുകൂടാതെ അവൻ ടൈഗാങ്ങിന്റെ സിഇഒയുടെ ബോഡിയിലായിരുന്നല്ലോ ആദ്യമായിട്ട് കയറിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു സിഇഒയുടെ സഹോദരനാണ് ഇവൻ. ഇപ്പോൾ സിഇഒ മരിച്ചത് കൊണ്ട് തന്നെ ടയ്യു ആണ് അതിന്റെ സിഇഒ ആയി മാറിയിട്ടുള്ളതും. നീ ഈ ടയ്യൂനോടൊന്ന് സംസാരിച്ചൊക്കെ നോക്ക്. അതാകുമ്പോഴത്തേക്കും അവരുടെ കമ്പനിയിലും നിനക്ക് മോഡലിംഗ് ഒക്കെ ചെയ്യുവാനായിട്ടുള്ള അവസരം കിട്ടുന്നതായിരിക്കുമെന്നൊക്കെ ഫ്രണ്ടും അവനോട് പറയുന്നു. അങ്ങനെ ടയ്യും അവനെ പരിചയപ്പെടുകയാണ്. പക്ഷെ എവിടെയോ ഇവനെ കണ്ടിട്ടുണ്ടല്ലോ എന്നൊരു ഓർമ്മയൊക്കെ ഈജയ്ക്കും തോന്നുന്നു. ഈജയും കൂടുതലായിട്ട് ഒന്നും തന്നെ ആലോചിക്കാതെ ആ ഒരു പാർട്ടിയൊക്കെ മുഴുവനായിട്ട് എൻജോയ് ചെയ്യുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കും അവന്റെ ബ്രദറും അവനെ കാണുവാനായിട്ട് എത്തുന്നു. അവനും ഒരു കഫേയുടെ ആളെയൊക്കെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബ്രദറും അവനെ കഫേയിലേക്കൊക്കെ പറഞ്ഞയക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അവിടെ നിന്ന് വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആയിരുന്നു അവനും ഒരാളെ കാണുന്നത്. അത് നമ്മുടെ ഈജയുടെ ലവർ ആയിട്ടുണ്ടായിരുന്ന ജിസു ആണ്. പെട്ടെന്ന് ജിസുവിനെ അവിടെ വെച്ച് കാണുമ്പോഴത്തേക്കും പണ്ടിവർ ഒന്നിച്ചുണ്ടായിരുന്ന ഓരോരോ നിമിഷങ്ങളൊക്കെ അവനും ഓർക്കുകയാണ്. ഒരു ദിവസം ജിസു ഒരു പാലത്തിന്റെ മുകളിലൂടെ കുറെ പേപ്പേഴ്സൊക്കെ ആയിട്ട് നടന്നു പോകുമ്പോഴത്തേക്കും ഒരു കാറ്റ് വീശി ആ ഒരു പേപ്പേഴ്സ് എല്ലാം തന്നെ താഴേക്ക് വീഴുന്നു. പാലത്തിന്റെ താഴെ നിന്നിട്ടുണ്ടായിരുന്ന ഈജയും അതെടുത്ത് വായിച്ചു നോക്കുന്നു. അതിലും ഫസ്റ്റ് ലവ് എന്നൊരു ടൈറ്റിലൊക്കെ ആയിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ വെച്ചായിരുന്നു അവർ രണ്ടുപേരും ആദ്യമായിട്ട് കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് ബ്രേക്കപ്പ് ഒക്കെ ആയതിനു ശേഷം ഇനി ഒരിക്കലും ജിസുവിനെ കാണുകയില്ല എന്നായിരുന്നു അവൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നതെങ്കിലും അവൻ അവന്റെ 7ാമത്തെ ജീവിതത്തിൽ അവളെ നേരിട്ട് കണ്ടിരിക്കുന്നു. അവളും സ്ഥിരമായിട്ട് കുടിക്കുന്ന ടീയൊക്കെ ഓർഡർ ചെയ്തതിനു ശേഷം ഒരു സീറ്റിലൊക്കെ പോയി ഇരിക്കുകയാണ്. അവനും അവളെ തന്നെ നോക്കിക്കൊണ്ട് ടീയൊക്കെ ഉണ്ടാക്കുന്നു. വളരെയധികം നോർമലായിട്ട് വേണം പെരുമാറുവാൻ എന്നൊക്കെ അവന് വിചാരിക്കുന്നുണ്ടെങ്കിൽ പോലും അവൾക്ക് കോഫിയൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും അവന്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.